Makle, so welcome back to our biology classes. We have completed the second unit, right? നമ്മൾ second unit നമ്മളുടെ morphology of flowering plants, anatomy, അതുപോലെ തന്നെ നമ്മളുടെ structural organization ഇത്രയും chapters നല്ല അടിപൊളിയായിട്ട് complete ചെയ്തിരിക്കുകയാണ്. And now we are heading to our third unit. Okay, see, this unit is a very nice unit because personally ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കാൻ ഒന്നും കൂടെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു പോർഷനാണിത്. അബൌട്ട് സെൽസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷനാണിത്. കുറച്ച് പഠിക്കാനുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെൽ ദ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഈ യൂണിറ്റിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. ബട്ട് എന്നാലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ആർ ഹെഡിങ് ടു അവർ തേർഡ് യൂണിറ്റ്. എന്താണ് മക്കളെ നമ്മുടെ തേർഡ് യൂണിറ്റിൻ്റെ നെയിം? ദാറ്റ് ഈസ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഒരു സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും അവരുടെ ഫങ്ഷൻസിനെ പറ്റിയിട്ടുമാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. അതിൽ നമ്മൾ ഒരു സെല്ലിനെ പറ്റിയിട്ടുള്ള മിക്ക കാര്യങ്ങളും നമ്മളവിടെ കവറപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഞാൻ ബയോമോളിക്യൂൾസിലോട്ട് എത്തുമ്പം കുറച്ചും കൂടെ അപ്ഡേറ്റഡ് വേർഷൻസിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മിയോസിസ്, മൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയഗ്രാംസ് പഠിക്കാനുണ്ട്, വിച്ച് ഇസ് വെരി നൈസ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബി വെൽ പ്രിപ്പയർഡ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു യൂണിറ്റിൻ്റെ തുടക്കം തൊട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ബിഗിനിങ്, അതായത് ഈ ഒരു പാരഗ്രാഫ് ആണെങ്കിലും അതിൽ പറയുന്ന സയൻറ്റിസ്റ്റിനെ പറ്റിയിട്ടാണെങ്കിലൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. റൈറ്റ്? നമ്മൾ നേരെ ഓടിയിട്ട് അടുത്ത ചാപ്റ്റർ എടുക്കുകയാണോ ചെയ്യാറ്? അല്ല, നമ്മൾക്ക് ഈ NCERT കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എല്ലാവർക്കും ഇല്ലേ മക്കളെ? ഇപ്പോഴും ടെക്സ്റ്റ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ. സോ ടെക്സ്റ്റ് എടുക്കുക, എൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ അവർ തേർഡ് യൂണിറ്റ്, ദാറ്റ് ഈസ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മക്കളെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ദെൻ ബയോമോളിക്യൂൾ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ക്ലിയർ ആണല്ലോ? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സോ ബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇതൊന്നും ഇനിയും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് പറഞ്ഞ് നിർത്തിവെച്ച കാര്യങ്ങളാണിത്. Okay, the detailed description of their form and appearance only brought out their diversity. ഓക്കെ, ഇവരുടെ ഡൈവേഴ്സിറ്റിനെ പറ്റിയിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞതാ. ഈവൻ ഇൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണെങ്കിലും ലിവിങ് ഓർഗാനിസത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ഇവരുടെ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളതും അവരുടെ റെവല്യൂഷണറി ട്രെൻഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ച കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സെൽ തിയറി ദാറ്റ് എംഫസൈസ്ഡ് ദ യൂണിറ്റി അണ്ടർലൈങ് ദിസ് ഡൈവേഴ്സിറ്റി ഫോംസ്, ദാറ്റ് ഇസ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ആൾ ലൈഫ് ഫോംസ്. മക്കളെ, ഇവിടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് സെൽ തിയറികൾ പഠിക്കാനുണ്ട്. ലൈക്ക് ഇതുവരെ നമ്മൾ സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ എങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു തിയറി ഉണ്ട്. അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓരോ ലൈഫ് ഫോംസിൻ്റെയും സെല്ലുലാർ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ആ ഒരു തിയറി എന്താണെന്നുള്ളതും നമ്മൾ സെൽ ദ യൂണിറ്റിൽ തന്നെ കവറപ്പ് ചെയ്യും. A description of cell structure and cell growth by division is given in the chapters comprising this unit. ഞാൻ പറഞ്ഞു സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ മൈറ്റോസിസ്, മിയോസിസ് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കും. അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ, എങ്ങനെയാണ് ആ ഒരു സെൽ സൈക്കിൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. And cell theory also created a sense of mystery around living phenomena, that is physiological and behavioral process. Okay, and it is a kind of mystery, right? ഈ പറയുന്ന സെൽ തിയറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിസ്റ്ററി കൈൻഡ് ഓഫ് ബിഹേവിയർ, അതായത് ഒരു ലിവിങ് ഫിനോമിനക്ക് ചുറ്റും എന്തൊക്കെയാണ് ഒരു മിസ്റ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ഫിസിയോളജിക്കൽ ആവാം, അതല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോസസ് ത്രൂ ഒക്കെ കിട്ടിയതാണ് ആക്ച്വലി സെൽ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മിസ്റ്ററി വാസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഓഫ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ലൈക്ക് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ലിവിങ് ഫിനോമിന നമുക്ക് ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇങ്ങനെ ഒരു സെൽ തിയറി വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഒരു ലിവിങ് ഫിനോമിന റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ we need such a cell theory. Okay, so in studying and understanding the physiological and behavioral process, one can take a physico-chemical approach and use the cell-free systems to investigate. ഒരു സെൽ ഫ്രീ സിസ്റ്റം എടുത്തിട്ട് ഈ പറയുന്ന കെമിക്കൽ ഇൻട്രാക്ഷൻസ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ലൈക്ക് വി ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്.
Okay, and this approach enables us to describe the various processes in molecular terms. And the approach is established by analysis of living tissues for elements and compounds. It will tell us what type of organic compounds are present in living organisms, right? നമ്മൾ ഒരു സെൽ ഫ്രീ സിസ്റ്റം എടുക്കുക. സെൽ ഫ്രീ സിസ്റ്റം എടുത്തിട്ട് വി ക്യാൻ എക്സ്പെരിമെൻ്റലി ഡു മെനി തിങ്സ് ഇൻ ദാറ്റ്, റൈറ്റ്? അതായത് ഇപ്പോൾ നമുക്ക് മോളിക്കുലാർ ഫോംസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഈവൻ ദോ കെമിക്കൽ ഇൻട്രാക്ഷൻസ് വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാലല്ലേ എങ്ങനെയൊക്കെയാണ് ഇവർ ലിവിങ് ഫോംസിൽ റെപ്രസെൻറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ്ലി പോയിട്ടൊരു ലിവിങ് ഫോമിനെ എടുത്തിട്ട് നമുക്ക് എല്ലാ എക്സ്പെരിമെൻറ്റും അതിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനാണ് പറയുന്നത് ഒരു സെൽ ഫ്രീ സിസ്റ്റം എടുക്കുക. സെൽ ഫ്രീ സിസ്റ്റം എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന എക്സ്പെരിമെൻ്റൽ വാലുവേഷൻസ് കംപ്ലീറ്റ്ലി ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലിവിങ് ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടി പറ്റും. ആക്ച്വലി അങ്ങനെയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ എക്സ്പെരിമെൻറ്റ്സും ആദ്യം തന്നെ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ അങ്ങോട്ട് ചെയ്യാണോ? അല്ല. ഇന്ന് കുറേ സെൽ ഫ്രീ സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. സെൽ ഫ്രീ സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ട് അതിൽ കെമിക്കൽ ഇൻട്രാക്ഷൻസ് വഴിയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് അത് ആപ്ലിക്കബിൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ ചെക്കൗട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അത്ര മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് വാട്ട് ആർ ദീസ് കോമ്പൗണ്ട്സ് ഡൂയിങ് ഇൻസൈഡ് എ സെൽ? അപ്പം നമുക്ക് ഈ പറയുന്ന സെൽ ഫ്രീ സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ കെമിക്കൽ കോമ്പോസിഷനൊക്കെ ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലുള്ള കോമ്പൗണ്ട്സ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമ്മളുടെ ഒരു സെല്ലിൻ്റെ അകത്ത് ഈ കോമ്പൗണ്ട്സ് പ്രസൻ്റ് ആണോ, ആ കോമ്പൗണ്ട്സ് അവിടെ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ കോമ്പൗണ്ട്സ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. Clear ആണല്ലോ? ആൻഡ് ഇൻ വാട്ട് വേ ദേ ക്യാരി ഔട്ട് ഗ്രോസ് ഫിസിയോളജിക്കൽ പ്രോസസ് ലൈക്ക് ഡൈജഷൻ, എക്സ്ക്രീഷൻ, മെമ്മറി, ഡിഫൻസ്, റെക്കഗ്നിഷൻ എക്സെട്ര. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ പറഞ്ഞു ഓരോ സെൽസിനും ഓരോ ടിഷ്യൂസിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടെങ്കിലാണ് ഒരു റുട്ടീൻ പാത്വേയിലൂടെ ഇത് പോവുള്ളൂ. ഒരു കറക്റ്റ് പാത്വേയിലൂടെ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബോഡി കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാറ്റിനും ഒരു കൺസിസ്റ്റൻറ്റ് റുട്ടീൻ പാത്വേ വേണം. ഈ സെൽസ് ഇങ്ങനെ ജോലിയാണ് ചെയ്യേണ്ടത്, ഈ സെൽസ് ഈ ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റുട്ടീൻ പാത്വേ കറക്റ്റ് അതിൻ്റെ വേണ്ടേ? സോ ഇതിന് വേണ്ടിയിട്ട് ഇവൻ നമ്മൾ എക്സ്ക്രീഷൻ ചെയ്യുന്ന ആളുകളാവില്ല നമ്മളുടെ റെസ്പിറേഷൻ ചെയ്യുന്നത്, നമ്മളുടെ മെമ്മറി കീപ്പ് ഔട്ട് ചെയ്യുന്ന ആളുകളാവില്ല ഡിഫെൻസ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈവൻ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഹോർമോൺസ്. ഓക്കെ, നമ്മളുടെ ബോഡിയിൽ എന്തോരം ഹോർമോൺസ് പ്രസൻ്റ് ആണ്. ഈ ഹോർമോൺസ് എല്ലാവർക്കും ഒരേ ഫങ്ഷൻ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഡിഫറൻസ് എന്താ? നമ്മൾക്കൊരു സങ്കടം വരുന്ന സമയത്ത് കരയാൻ അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്ത് ചിരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്നേക്കിനെ കാണുകയാണ്, സ്നേക്കിനെ കാണുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഓക്കെ സ്നേക്ക് അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസ്പോൺസ് സ്റ്റിമുലസ് കിട്ടണ്ടേ? അതിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന എന്താണ്? ശരിക്കും ഹോർമോൺസ് ആണ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിയേഷൻസ് ആണ് നമ്മളുടെ ഇന്നർ ബോഡിയിൽ, നമ്മളുടെ ഇന്നർ സെല്ലിലുള്ള. ദാറ്റ് മീൻസ് ഓരോ സെൽസും ഓരോ രീതിക്കാണ് മക്കളെ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? എല്ലാവരും ഒരുപോലെയാണോ പെർഫോം ചെയ്യുന്നത്? അല്ല. ഇങ്ങനെ ഓരോത്തിനും ഓരോ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളുണ്ട്. ദാറ്റ് ഈസ് എ ഗ്രോസ് ഫിസിയോളജിക്കൽ പ്രോസസ്സുകളുണ്ട്. ഓക്കെ, സോ അതിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതും കൂടെയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ ദ അബ്നോർമൽ പ്രോസസ്സസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് എനി ഡിസീസ്ഡ് കണ്ടീഷൻ. നമ്മളുടെ ഒരു കറക്റ്റ് സെല്ല് പെർഫോം ചെയ്യുന്ന വർക്ക് അതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ഡിസീസ്ഡ് കണ്ടീഷൻ കാണിക്കുക. ഇപ്പോൾ ഒന്നും വേണ്ട, കിഡ്നി ഒരുപാട് പേർക്കറിയാം ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഈ പറയുന്ന ഡയാലിസിസ് പ്രോസസ്സ് നടത്തിയിരുന്ന ഒരാളാണ്. ഓക്കെ, ആൻഡ് ഹീ ഈസ് നോ മോർ നൗ. സോ ഈ ഒരു ഡയാലിസിസ് പ്രോസസ്സ് നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കിഡ്നി ഫങ്ഷൻ നിന്നതുകൊണ്ടാണ്. ക്ലിയർ? എന്നാൽ കിഡ്നി ഫങ്ഷൻ നിന്നു എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷനും റെസ്പിറേറ്റിംഗ് ഫങ്ഷനും ബാക്കി എക്സ്ക്രീറ്ററി കംപ്ലീറ്റ് ഫങ്ഷൻസും അല്ലെങ്കിൽ വാസ്കുലാർ ഫങ്ഷൻസ് ഒക്കെ നിന്നോ? ഇല്ല. ആൾക്ക് കിഡ്നി പ്രോബ്ലം ആയിരുന്നു, കിഡ്നി ഫങ്ഷനിങ് നിന്നു. സോ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ക്ലിയർ? സോ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഡിസീസ്ഡ് കണ്ടീഷൻ വരുമ്പം അത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ആ ഒരു ഏതൊരു പെർട്ടിക്കുലർ സെൽസിനാണോ ഡാമേജ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊരു പെർട്ടിക്കുലർ ഓർഗൻ സിസ്റ്റത്തിനാണോ ഡാമേജ് വന്നിട്ടുള്ളത് അതിൻ്റെ ബേസിസിലല്ലേ പിന്നെ ഫെർദർ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സോ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ നമുക്ക് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ സെൽസിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, സെൽസിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ സെൽസും എവിടെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോഴാണ് നമുക്കൊരു ഡിസീസ്ഡ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
Clear alle makkale? So the physico-chemical approach to study and understand living organism is called reductionist biology. This is a very important note. Okay? എന്താണ് മക്കളെ റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറയുന്നത്? ലൈക്ക് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫിസിക്കോ കെമിക്കൽ കണ്ടീഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഇല്ലേ, സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡക്ഷനിസ്റ്റ് ബയോളജി. ആൻഡ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആർ അപ്ലൈ ടു അണ്ടർസ്റ്റാൻഡ് ബയോളജി. ഈ ബയോളജി എന്ന് കേൾക്കുമ്പം ഇതിൽ ഫിസിക്സ് ഇല്ല കെമിസ്ട്രി ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഒരു ബയോളജിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫോം ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബിക്കോസ് ഇപ്പം പറയുന്ന കെമിസ്ട്രിയിൽ ഒരുപാട് കെമിക്കൽ ഇൻട്രാക്ഷൻസ് നമുക്കിവിടെ ആവശ്യമാണ്. നമ്മളൊരു സെൽഫ് ഫ്രീ സിസ്റ്റം എടുത്തിട്ട് ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ, അല്ലെങ്കിൽ വട്ട് എവർ ബി ദാറ്റ്, ഇപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക്കലി എന്തെങ്കിലും ഒരു കാര്യം പ്രൂവ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ഫിസിക്സ്, ദേ നീഡ് കെമിസ്ട്രി along with ബയോളജി മാത്രം പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഓക്കെ ഐ ക്യാൻ ഡു എവറിത്തിങ് വിത്ത് ദിസ് എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈവൻ ബയോളജിയിൽ ഒരു കാര്യം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, കെമിസ്ട്രിയിലെ കുറേ കെമിക്കൽ ഇൻട്രാക്ഷൻസ് വെച്ചിട്ടല്ലേ ഇങ്ങനെ സെൽഫ് ഫ്രീ സിസ്റ്റംസ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക. ഈവൻ നിങ്ങൾക്ക് ഞാൻ ലിവിങ് വേൾഡിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഒരു വേർഡ് ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഒരു വേർഡ് പറഞ്ഞ സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സെൽഫ് ഫ്രീ സിസ്റ്റംസ് ഔട്ട്സൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഔട്ട്സൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കെമിക്കൽ ഇൻട്രാക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കെമിക്കൽ ഇൻട്രാക്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കെമിസ്ട്രി വേണ്ടേ? അതിൽ റീജൻസ് ഏതൊക്കെയാണെന്ന് അറിയണം, എങ്ങനെ വെച്ചിട്ടാണ്, ഏതൊക്കെ കോമ്പൗണ്ട്സുകൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ബോഡിക്കകത്ത് തന്നെ മക്കളെ എന്തോരം കോമ്പൗണ്ട്സുകളുണ്ട്, ലൈക്ക് എന്തോരം റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫ്രോക്സിൻ്റെ കേസിൽ പഠിച്ച സമയത്ത് ഇപ്പം ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ HCl, ഗ്യാസ്ട്രിക് ജ്യൂസസ്, പാൻക്രിയാറ്റിക് ജ്യൂസസ്, അതിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇത്തരം കാര്യങ്ങൾ, ബൈൽ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മിക്സ്ചറാണ് ആക്ച്വലി നമ്മളെന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇതിനൊക്കെ എന്ത് വേണം? കെമിസ്ട്രി അറിയണം, ഫിസിക്സ് വേണം. അതുകൊണ്ടാണ് പറയുന്നത് ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സ് നമ്മൾ നടത്തണമെങ്കിൽ, ഒരു ബയോളജിയിൽ നടത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് ദ ബയോളജി. സോ ഇൻ ചാപ്റ്റർ 9 ഓഫ് ദിസ് യൂണിറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ് ഇസ് പ്രൊവൈഡഡ്. അതുകൊണ്ടാണ് മക്കളെ ഇതിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട്, ഈ ഒരു യൂണിറ്റിലത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് ബയോമോളിക്യൂൾസ് കൊടുത്തിട്ടുള്ളത്. കാരണം അവിടെ നിങ്ങൾക്ക് കുറേ കോമ്പൗണ്ട്സുകൾ പറ്റിയിട്ടും അതുപോലെ കുറച്ച് ബയോമോളിക്യൂൾസിൻ്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും, അതുപോലെ അല്ലാത്ത കുറേ കോമ്പൗണ്ട്സുകളുടെ പിക്ചേഴ്സ്, എലാനിൻ, അതുപോലെ തന്നെ യുരാസിൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കാനുണ്ട്. പ്യൂരിൻസ്, പിരിമിഡിൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ നമ്മൾ പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഫോം നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു കംപ്ലീറ്റ് യൂണിറ്റിൻ്റെ ഔട്ട്ലൈനാണ് ഇപ്പം ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ് റൈറ്റ് നൗ. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഫിഗർ ഓഫ് ദിസ് യൂണിറ്റ്, ദാറ്റ് ഈസ് G.N. രാമചന്ദ്രൻ. ആരാണ് മക്കളെ? G.N. രാമചന്ദ്രൻ. നമ്മളിപ്പം രണ്ടുപേരെ പറ്റിയിട്ട് മുന്നേ പഠിച്ചതാണ്, ഓർക്കുന്നില്ലേ? ഏണസ്റ്റ് മേയറിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞത് ഓർക്കുന്നില്ലേ മക്കളെ? ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിന് എവിടെ നിന്നാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. ബിക്കോസ് ഇതൊക്കെ NCERT-ലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ G.N. രാമചന്ദ്രൻ, ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ ഓഫ് ദി ഫീൽഡ് ഓഫ് പ്രോട്ടീൻ. എവിടെയാണ്? പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ കേസിലാണ് ഈ G.N. രാമചന്ദ്രൻ എന്നുള്ള സയൻറ്റിസ്റ്റ് അറിയപ്പെടുന്നത്. Okay, was the founder of Madras School of Conformational Analysis of Biopolymers. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് മക്കളെ. മദ്രാസ് സ്കൂൾ ഓഫ് കൺഫോർമേഷണൽ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സ് ആരാണ്? ദാറ്റ് ഈസ് G.N. രാമചന്ദ്രൻ. And his discovery of triple helical structure of collagen published in Nature. Who discovered triple helical structure of collagen? That is G.N. രാമചന്ദ്രൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, and his analysis of the allowed conformations of proteins through the use of Ramachandran plot rank among the most outstanding contributions in structural biology. Adum aduthoru important point aanu, that is Ramachandran plot. It is talking about like ഈ പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ ആ ഒരു ഫീൽഡിലെ മെയിൻ ആളായിരുന്നു മക്കളെ ഈ G.N. രാമചന്ദ്രൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോട്ടീൻ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ഓൾസോ മദ്രാസ് സ്കൂൾ ഓഫ് കൺഫോർമേഷണൽ അനാലിസിസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ്
കൊളാജൻ്റെ ഹെലിക്കൽ സ്ട്രക്ചർ, ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജൻ. ക്ലിയർ ആണല്ലോ? ആൻഡ് രാമചന്ദ്രൻ പ്ലോട്ട്. ഇത്രയും നോട്ട്സ് ആണ് ഇവിടെ നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ മക്കളെ? ആൻഡ് ഹി വാസ് ബോൺ ഓൺ October 8, 1922 in a small town not far from Cochin on the southwestern coast of India. His father was a professor of mathematics at a local college and had considerable influence in shaping Ramachandran's interest in mathematics. After completing his school years, Ramachandran graduated in 1942 as the top-ranking student in the BSc Physics course of University of Madras. മിസ് എന്താ മിസ് ഇങ്ങനെ വായിച്ചു പോകണമെന്ന് ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും നമുക്കൊന്നും പറയാനില്ല. വരില്ല എന്ന് ഞാൻ പറയില്ല. ഇൻ കേസ് വന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കില്ലേ മാം എന്ന് പറഞ്ഞിട്ടില്ലേ ഈ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരില്ല എന്ന്. ഇറ്റ് മേ ബി കം, ബട്ട് മേലെ പറഞ്ഞതിൻ്റെ അത്രക്കങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല താഴെ പറയുന്ന ഈ കാര്യങ്ങൾ, ഈ പറയുന്ന ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. കാരണം കുറേ കാര്യങ്ങളുണ്ട് അബൌട്ട് ദെയർ ഫാമിലി മാറ്റേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത്രക്കങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, ഈവൻ തോ നിങ്ങൾ പഠിച്ചോളൂ. ക്ലിയർ ആണല്ലോ? While at the Cambridge, Ramachandran met Linus Pauling and was deeply influenced by his publication on models of alpha helix and beta sheet structures that directed his attention to solving the structure of collagen. So, collagen structure solve ചെയ്തത് G.N. Ramachandran ആണെന്നുള്ളത് ആദ്യം ഓർത്തു വെക്കണം. ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജൻ. സോ അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയതെന്ന് പറയുന്നത് ത്രൂ ദ മോഡൽസ് ഓഫ് ദ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ ഷീറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ആൻഡ് ഹി പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 78 on April 7, 2001. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. സോ ഈ ഒരു ഭാഗം നിങ്ങൾ വായിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാത്തതും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും കുറച്ചും കൂടെ ഒരു പോയിന്റ് ഔട്ട് ചെയ്യേണ്ട പോർഷനാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ 8, ദാറ്റ് ഈസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 5 കാര്യങ്ങളാണ്. അതായത് ഈ ഒരു ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് 5 ടോപ്പിക്സിനെയാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള പറഞ്ഞത് എന്താണ് സെൽ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഫോക്കസ് ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് സെൽ. നമ്മൾ സെൽ എന്നിങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാന്ന് കേട്ടിട്ടുണ്ട്. സെൽസുകൾ കൂടിയിട്ട് ടിഷ്യൂസ് ആകും, ടിഷ്യൂസ് കൂടിയിട്ട് ഓർഗൻ ആകും, ഓർഗൻസ് കൂടിയിട്ട് ഓർഗൻ സിസ്റ്റമായി മാറും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സെൽ എന്താ എന്നുള്ളത് നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. സോ അതാണ് മക്കളെ ഇവിടെ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് എ സെൽ? അതാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൌട്ട് സെൽ തിയറി. സെൽ തിയറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ടോട്ടലി ഒരു സെല്ലിൻ്റെ ഓവർവ്യൂ നമ്മൾ പഠിക്കും. ഓക്കെ, സെൽ എന്താണെന്നുള്ള പഠിക്കും, സെൽ തിയറി പഠിക്കും, ഒരു സെല്ലിൻ്റെ ഓവർവ്യൂ പഠിക്കും, അടുത്ത പ്രൊക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും പഠിക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും നമ്മൾ പഠിക്കുന്നതാണ്. കുറേ ഡയഗ്രാംസ് ഉണ്ട്. ഓക്കെ, ഡയഗ്രാംസ് ഉണ്ടാകും, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളുടെ പേരുണ്ടാകും, ഇയർ ഉണ്ടാകും പഠിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും പറയാണ്, ഷോർട്ട് നോട്ട് ഈസ് മസ്റ്റ് ഫോർ ദിസ് ചാപ്റ്റർ. നോട്ട് എടുക്കുക, സ്ക്രിബിൾ ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ എടുക്കുക. അതായത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ചാപ്റ്റർ. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ട് പക്ക ആയിക്കോളും. അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ല മക്കളെ? സോ ദ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദാറ്റ് ഈസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. എന്താണ് മക്കളെ ചാപ്റ്റർ? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ പറഞ്ഞു ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ലൈഫ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സെൽ. ഈച്ച് ആൻഡ് എവറി ലൈഫ് ഫോംസ് ഫ്രം ദ ബേസിക് യൂണിറ്റ്, ദാറ്റ് ഇസ് എ സെൽ. സെല്ലിൽ നിന്നാണ് എല്ലാതും തുടങ്ങുന്നത്. എല്ലാറ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണല്ലോ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അതിൽ? ഓക്കെ, സോ when you look around, you see both living and non-living things, and you must have wondered and asked yourself, what is it that makes an organism living? Or what is it that an inanimate thing does not have which a living thing has? എന്താണ് ശരിക്കും ഒരു ലിവിങ് ഓബ്ജക്റ്റിനെ ലിവിങ് ആക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു ഓബ്ജക്റ്റ് ലിവിങ് ആയത്? അല്ലെങ്കിൽ ഒരു ഇനാനിമേറ്റ് ഓബ്ജക്റ്റിന് ഒരു ലിവിങ് ഓബ്ജക്റ്റിൽ നിന്നുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അതൊരു ഇനാനിമേറ്റ് ഓബ്ജക്റ്റായി മാറിയത്? ഇത്തരം ഡൗട്ട്സൊക്കെ നിങ്ങളിൽ പലർക്കും പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടാകും.
ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് തോട്ട്സ് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് പിന്നെ ഓക്കെ നോ പ്രോബ്ലം, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ലിവിങ് എങ്കിൽ ലിവിങ്, നോൺ ലിവിങ് എങ്കിൽ നോൺ ലിവിങ്, എനിക്കിപ്പോൾ എന്താണെന്നുള്ള മൂഡായിരിക്കും ചിലർക്ക് അല്ലേ. സോ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു രീതിക്ക് ഡീപ്ലി കീൻ ഒബ്സർവേഷൻ നടത്തുന്ന കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ വരും. എന്താ ഇപ്പോൾ ഇത് ലിവിങ് ആവാനുള്ള റീസൺ, എന്തുകൊണ്ടാണ് അത് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് എന്തുകൊണ്ട് ലിവിങ് ആയിട്ടില്ല, എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ടോ മക്കളെ? അതോ ആർക്കും തോന്നിയിട്ടില്ലേ? Okay, so the answer to this is the presence of the basic unit of life, the cell, in all living organism. ഒരു ഓബ്ജക്റ്റ് ലിവിങ് ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ലിവിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഉണ്ട്. ആൻഡ് ആ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. ക്ലിയർ ആയോ? ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഉണ്ട്, ആൻഡ് അതെന്ന് പറയുന്നത് എന്താണ്? സെല്ലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, കാരണം എല്ലാത്തിൻ്റെയും ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ മാറും. സെല്ലില്ലാണ്ട് വല്ലതും നടക്കുമോ മക്കളെ? ഇല്ല. സോ ഏതൊരു ഓർഗാനിസം ആണെങ്കിലും അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടായിരിക്കും, ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടായിരിക്കും. ആൻഡ് സം ആർ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ സെൽ. അതിൽ കുറച്ച് ഡിഫറൻസ് വരാം. ചിലപ്പം സിംഗിൾ സെല്ല് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ സിംഗിൾ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അവരെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസം. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെനി സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എന്തായാലും എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് വെച്ചിട്ടാണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി അതിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിലും മുന്നേയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ച സമയത്ത് യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ എന്ന് കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ ഞാനത് ക്ലിയർ ഔട്ട് ചെയ്ത് തന്നതാണ്, അതുകൊണ്ടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാത്തത്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിംഗിൾ സെല്ലിൽ നിന്നുമാണ് ഈ ഒരു ഓർഗാനിസം ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇനി അതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഒരു മെനി സെൽസ് ഫോം ചെയ്തിട്ടാണ് ഈ ഒരു ഓർഗാനിസം ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? സോ ഇതാണ് ഇവിടെ മെയിൻലി പറയുന്നൊരു കാര്യം. ഇനിയാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ ആ ഒരു ടോപ്പിക്കിലോട്ട് കിടക്കുന്നത്. എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? സെൽ അല്ലേ? എന്താണ് മക്കളെ സെൽ? ആർക്കൊക്കെ അല്ലെങ്കിൽ എത്ര പേർക്ക് ഇതിൽ സെൽ എന്താന്നുള്ളത് ആ ഒരു ക്ലിയർ കട്ട് പിക്ചർ സെല്ലിനെ പറ്റി ആർക്കൊക്കെ ഉണ്ട്? എത്ര പേർക്ക് ഇതിൽ ഒരു ക്ലിയർ കട്ട് പിക്ചർ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട്, ബിഫോർ യു ആർ ഹിയറിങ് മൈ ക്ലാസ്സസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് സെൽ എന്താന്നുള്ളത് ഒരു ക്ലിയർ കട്ട് പിക്ചറൈസേഷൻ എനിക്ക് തരാൻ പറ്റും? ഓക്കെ, കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും, ചിലർ ഈ ബുക്സ് വായിക്കുന്ന ആൾക്കാരുണ്ടാകും. ഓക്കെ, അപ്പം അവരെവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ഇതുപോലെ വായിക്കുക, അല്ലെങ്കിൽ വിക്കിപീഡിയ സെർച്ച് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നോക്കും. അല്ലാത്തവർക്ക് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നൊരു രീതിക്ക് അപ് ടു 10th നമ്മൾക്ക് എന്താണോ സെല്ലിനെ പറ്റി അറിയുന്നത് അത്ര മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. സോ ഇവിടെ മക്കളെ എന്താണ് സെൽ എന്നുള്ളൊരു ടോപ്പിക്ക് തന്നെ നമുക്കുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരും, ഷോർട്ട് നോട്ട് എടുക്കുക, എൻ്റെ കൂടെ എഴുതി പോവുക. Unicellular organisms are capable of independent existence. They are capable of independent existence and performing the essential function of life. Okay, and anything less than a complete structure of a cell does not ensure independent living. മക്കളെ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്, അതിനൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് എസെൻഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇനി ഇവർ സിംഗിൾ സെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ട് ഈ പറയുന്ന എബിലിറ്റി ഇല്ല എന്നുള്ളൊരു തോട്ട് ഉള്ളത് ചിലർക്കെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ലൈൻ പറയുന്നത് തന്നെ. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിലും അവർക്ക് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസും പറ്റും, അതുപോലെ തന്നെ സ്പെസിഫിക് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് സെല്ലിലും താഴെയുള്ളൊരു സംഭവം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ലിവിങ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. കാരണം ഒരു സിംഗിൾ സെല്ല് വേണം, വാട്ട് എവർ ബി ദാറ്റ്. ഒരു സിംഗിൾ സെല്ല് ഉണ്ടെങ്കിലേ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ, എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആയോ എന്താ പറഞ്ഞെന്നുള്ളത്? ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സെല്ലാണ് നമ്മളുടെ ബേസിക് യൂണിറ്റ് എന്നുള്ളതിൻ്റെ മെയിൻ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രൂഫാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ക്യാപ്പബിലിറ്റി എന്തൊക്കെയാണ് മക്കളെ? എൻഷുവർ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. രണ്ടാമത്തെന്ന് പറയുന്നത് പെർഫോം ദ എസെൻഷ്യൽ ഫങ്ഷൻസ്. പെർഫോം ദ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ദി ലൈഫ്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുക? ഇഫ് ദർ ഇസ് എ സിംഗിൾ സെൽ. ഒരു സിംഗിൾ സെൽ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നടക്കുന്നത്. എനിത്തിങ് ലെസ് ദാൻ എ സിംഗിൾ സെൽ, ഒരു സിംഗിൾ സെല്ലിൽ നിന്നും കുറഞ്ഞ എന്ത് അവിടെ ഉണ്ടെങ്കിലും അവർക്ക് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഉണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഹെൻസ് സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് സെല്ലാണ് എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണല്ലോ? എന്നാൽ മാത്രമേ അവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് സെല്ല് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവർക്ക് കുറേ ഫങ്ഷൻസ് ചെയ്യാനുണ്ട്. നമ്മളുടെ ബോഡി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കണം. ഈ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ആക്ച്വലി ഈ സെൽസ് എന്ന് പറയുന്നത്. സോ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ അവരെ ആവശ്യമുണ്ടോ നമ്മുടെ ബോഡിക്ക്? മനസ്സിലായല്ലോ? ഇത്രയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ദേ ഹാവ് ഗിവൺ യു എ ബിഗസ്റ്റ് പ്രൂഫ് ത്രൂ ദ ലൈൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? സോ ആന്റൺ ലിയുവെൻഹോക്ക് first saw and described a live cell. This is a very very important point. PYQs എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. ഫസ്റ്റ് ലൈവ് സെല്ലിനെ കണ്ടത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തത് ആരാ മക്കളെ? ദാറ്റ് ഈസ് ആന്റൺ വൺ ലിയുവെൻഹോക്ക്. ആരാണ്? ആന്റൺ വൺ ലിയുവെൻഹോക്ക് ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലൈവ് സെൽ. ഓർത്തു വയ്ക്കുക, മാറിപ്പോവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് the first one, that is Anton van Leeuwenhoek first saw and described a live cell. ഒരു ലൈവ് സെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്തതും കണ്ടതും ആരാണ് മക്കളെ? ആന്റൺ വൺ ലിയുവെൻഹോക്ക് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സയൻറ്റിസ്റ്റ് ആണ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ലേറ്റർ ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത് ആരാണ് മക്കളെ? റോബർട്ട് ബ്രൗൺ ആണ്. സോ ആന്റൺ വൺ ലിയുവെൻഹോക്ക്, ഫസ്റ്റ് വൺ ആന്റൺ വൺ ലിയുവെൻഹോക്ക്. അദ്ദേഹം എന്താണ്? ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ്. ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എന്ത് സെല്ലാണ് മക്കളെ? വെറും സെൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എ ലൈവ് സെൽ. എ ലൈവ് സെൽ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് ആരാണ്? ദാറ്റ് ഈസ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തിട്ടുള്ളത് മക്കളെ? ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ്. റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തിട്ടുള്ളത്? ഹി ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ദ ഇൻവെൻഷൻ ഓഫ് ദി മൈക്രോസ്കോപ്പ് ആൻഡ് ഇറ്റ്സ് ഇംപ്രൂവ്മെൻറ്റ് ലീഡിങ് ടു ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് റിവീൽഡ് ഓൾ ദ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഓഫ് ദ സെൽ. ഒരു സെല്ലിനെ ചുമ്മാ നമുക്ക് കണ്ടിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡ് ഇങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, ഫങ്ഷൻസ് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വി നീഡ് എ മൈക്രോസ്കോപ്പ്. സോ ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സ്റ്റഡി, അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്, സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നിന്നും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടായ അതിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ് കാരണം നമുക്ക് ഒരു സെല്ലിൻ്റെ ഡീറ്റെയിൽഡ് വെറിഫിക്കേഷൻ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട രണ്ട് സയൻറ്റിസ്റ്റാണ് ആന്റൺ വൺ ലിയുവെൻഹോക്കും റോബർട്ട് ബ്രൗണും. ആന്റൺ വൺ ലിയുവെൻഹോക്കാണ് മക്കളെ ഫസ്റ്റ് ലൈവ് സെല്ലിനെ കണ്ടതും ഡിസ്ക്രൈബ് ചെയ്തതും. റോബർട്ട് ബ്രൗൺ ആണ് നമ്മളുടെ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് പോർഷനിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് ദ സെൽ തിയറി, വിച്ച് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഇവിടെ നമുക്ക് സയൻറ്റിസ്റ്റുകളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. സയൻറ്റിസ്റ്റ് മാത്രം പോരാ, അവരുടെ പ്ലേസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ ആണോ? ഇയർ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പല ഒബ്ജക്റ്റീവ് എക്സാമുകൾക്കായിക്കോട്ടെ, ഈവൻ പബ്ലിക് എക്സാമുകൾക്കായിക്കോട്ടെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒബ്ജക്റ്റീവ് എക്സാമിന് ഈ ഡേറ്റ്സ് വെച്ചിട്ട് നന്നായിട്ട് കളിക്കാറുണ്ട്. ഈ ഡേറ്റ്സ് വെച്ചിട്ട് ഈ ഇയർ വെച്ചിട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജർമ്മൻ ബോട്ടണിസ്റ്റ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുവോളജിസ്റ്റ് ആണോ എന്നൊക്കെയുള്ള പേരിൽ ഇങ്ങനെയൊക്കെ മാറ്റി നിങ്ങളെ ട്വിസ്റ്റഡ് ആക്കാം. അതുകൊണ്ടാണ് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിലവിൽ നമ്മൾ 2 സയൻറ്റിസ്റ്റ് പഠിച്ചു. അത് എവിടെയുള്ള ആൾക്കാരുണ്ടെന്നോ അങ്ങനെയൊന്നും നമുക്ക് പഠിക്കാനുണ്ടായില്ല. ജസ്റ്റ് സയൻറ്റിസ്റ്റ് പഠിച്ചു, എന്താണ് അവർ ചെയ്തത് എന്നുള്ളത് കൂടെ നമ്മൾ പഠിച്ചു. ആന്റൺ വൺ ലിയുവെൻഹോക്കും അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ മാത്തിയാസ് ക്ലെയ്റ്റൺ. എന്താണ് മക്കളെ സയൻറ്റിസ്റ്റിൻ്റെ പേര്? ദ തേർഡ് സയൻറ്റിസ്റ്റ്, ദാറ്റ് ഈസ് മാത്തിയാസ് ക്ലെയ്റ്റൺ. ഇവിടെ ഇയർ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 1838.
ഓക്കെ, എന്താണ് മക്കളെ 1838. സി, നമുക്ക് 3 ഇയർ ആണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് 1838, സെക്കൻഡ് വൺ ആണ് 1839 ആൻഡ് ദ തേർഡ് വൺ ഈസ് 1855. ഇങ്ങനെ 3 ഇയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൽ ഏറ്റവും ബേക്കിലുള്ളത് ആരാണ്? ദാറ്റ് ഈസ് 1838 അല്ലേ? സോ 1838ലാണ് മക്കളെ മാത്തിയാസ് ക്ലെയ്ഡൻ. ഇറ്റ് ഈസ് എ ജർമ്മൻ ബോട്ടണിസ്റ്റ്. മാത്തിയാസ് ക്ലെയ്ഡൻ എന്താണ്? ഒരു ജർമ്മൻ ബോട്ടണിസ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തിയോഡർ ഷ്വാനെ പറ്റി പഠിക്കും. അവിടെ ജർമ്മൻ സുവോളജിസ്റ്റ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരാം. രണ്ടുപേരും ജർമ്മൻ ആണെങ്കിലും ബോട്ടണിസ്റ്റ് ആണ് ഒരാൾ സുവോളജിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂഷൻ ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? സോ ഇൻ 1838 മാത്തിയാസ് ക്ലെയ്ഡൻ, എ ജർമ്മൻ ബോട്ടണിസ്റ്റ്, examined a large number of plants and observed that all plants are composed of different kinds of cells. സിമ്പിൾ. ജർമ്മൻ ബോട്ടണിസ്റ്റ് ആണ്. എന്താണ് ബോട്ടണിയിൽ പഠിക്കുന്നത്? എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് പ്ലാന്റ്സ്. സോളജിയിലല്ലേ ആനിമൽസിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അപ്പം ജർമ്മൻ ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള മാത്തിയാസ് ക്ലെയ്ഡൻ എന്തിനെ പറ്റിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക മക്കളെ? പ്ലാന്റ്സിനെ പറ്റിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ എന്താണ് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്? ഈ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സിനെ പറ്റിയിട്ട് എക്സാമിൻ ചെയ്തു. എന്നിട്ട് ഒബ്സർവ്ഡ് ദാറ്റ് all plants are composed of different kinds of cells which forms the tissues of the plant. ഈ സെൽസ് ആണ് പിന്നീട് ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് ഓക്കെ അല്ലേ മക്കളെ? സോ അറ്റ് അബൌട്ട് ദ സെയിം ടൈം, ഇതേ സമയത്ത് തന്നെ ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, 1838 മാത്തിയാസ് ക്ലെയ്ഡൻ ആണ്. ജർമ്മൻ ബോട്ടണിസ്റ്റ് ആണ്. ബോട്ടണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് എക്സാമിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവസാനം എന്താണ് ഒബ്സർവ് ചെയ്ത കാര്യം? ദാറ്റ് ഈസ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. എല്ലാ പ്ലാന്റ്സും പല പല കൈൻഡ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഇതേ സമയം അപ്പുറത്ത് വേറൊരാളും കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. ആരാണ്? തിയോഡർ ഷ്വാൻ. ആരാണ്? തിയോഡർ ഷ്വാൻ. ഏതാണ് മക്കളെ ഇയർ? 1839. ആദ്യത്തത് 1838. ആരായിരുന്നു? മാത്തിയാസ് ക്ലെയ്ഡൻ. പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്, കാരണം ഇദ്ദേഹം ഒരു ജർമ്മൻ ബോട്ടണിസ്റ്റ് ആണ്. അടുത്തത് 1839 തിയോഡർ ഷ്വാൻ, ജർമ്മൻ സുവോളജിസ്റ്റ് ആണ്. ഓക്കെ, സുവോളജിസ്റ്റ് ആകുമ്പം പ്ലാന്റ്സിനെ പറ്റിയിട്ടാണോ മക്കളെ പഠിച്ചിട്ടുണ്ടാവുക? അല്ല, ആനിമൽസിനെ പറ്റിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ആനിമൽസിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. സോ തിയോഡർ ഷ്വാൻ ഇൻ 1839, a German zoologist, studied different types of animal cells and reported that cells had a thin outer layer which is today known as the plasma membrane. എന്താണ് ഈ ജർമ്മൻ സുവോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ ഷ്വാൻ എന്താ കണ്ടെത്തിയത്? ആക്ച്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ സെൽസിനെ പറ്റി പഠിച്ചു. എന്നിട്ട് പറഞ്ഞത് ഈ സെൽസിന് എന്തുണ്ട്? ഒരു തിൻ ഔട്ടർ ലെയർ ഉണ്ട്. ഈ സെൽസിനൊക്കെ, ആനിമൽ സെൽസിനൊക്കെ എന്തുണ്ട് മക്കളെ? ഒരു തിൻ ഔട്ടർ ലെയർ ഉണ്ട്. ആ തിൻ ഔട്ടർ ലെയറിന് ഇന്ന് അറിയപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ അറിയാത്ത ആരും ഉണ്ടാവത്തില്ല. കേട്ടിട്ടുണ്ടാവുമല്ലോ മക്കളെ? 9th-ലാണെങ്കിലും 10th-ലാണൊക്കെ പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ഇന്നത്തെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്? അന്ന് തിയോഡർ ഷ്വാൻ 1839 ഹിസ് എ ജർമ്മൻ സുവോളജിസ്റ്റ്. ഓക്കെ, ആനിമൽസിനെ പറ്റിയിട്ട് എക്സാമിൻ ചെയ്തിട്ട് അവരുടെ സെൽസിൽ ഔട്ടർ ലെയറിൽ അവരുടെ സെൽസിന് ഒരു തിൻ ഔട്ടർ ലെയർ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ തിൻ ഔട്ടർ ലെയറിനെയാണ് മക്കളെ ഇന്ന് പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇന്ന് പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ തിൻ ഔട്ടർ ലെയർ ഫൗണ്ട് ബൈ ദ തിയോഡർ ഷ്വാൻ ഇൻ 1839. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? സോ ഹി ഓൾസോ കൺക്ലൂഡഡ് ബേസ്ഡ് ഓൺ ഹിസ് സ്റ്റഡീസ് ഓൺ പ്ലാന്റ് ടിഷ്യൂ. ഒരു കാര്യം കൂടെ ചെയ്തു. പ്ലാന്റ് ടിഷ്യൂവിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയും കൂടെ നടത്തിയതിന് ശേഷം അവർ കൺക്ലൂഡ് ചെയ്തത് എന്താണ്? പ്രസൻസ് ഓഫ് സെൽ വാൾ ഈസ് എ യുണീക്ക് ക്യാരക്ടർ ഓഫ് പ്ലാന്റ് സെൽസ്. സെൽ വാൾ എന്ന് പറയുന്നത്, സെൽ വാൾ പ്രസൻറ്റ് ആണ് എന്നുള്ളത് പ്ലാന്റ് സെൽസിന് മാത്രം കാണുന്ന ഒരു യുണീക്ക് ക്യാരക്ടറാണെന്ന് അദ്ദേഹം കണ്ടെത്തി. സോ മേലെ നമ്മൾ പറഞ്ഞു സെൽസിന് ഒരു ഔട്ടർ തിൻ ലെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഇന്ന് പ്ലാസ്മ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ സെൽസിനൊക്കെ പഠിച്ചതിന് ശേഷം, എന്നിട്ട് പ്ലാന്റ് ടിഷ്യൂവിനെ പറ്റിയിട്ടും കൂടെ പഠിച്ചതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഈ സെൽ വാൾ എന്ന് പറയുന്നത് ആർക്ക് മാത്രമാണ് മക്കളെ കാണുന്നത്? പ്ലാന്റ്സിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ആണ്.
Clear ആണോ? Presence of cell wall is a unique character of plant cell. This is a very important point. Okay, presence of cell wall is a unique character of the plant cells. Clear ആണല്ലോ? On the basis of this, okay, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് അടുത്തൊരു സയൻറ്റിസ്റ്റ്, that is Schwann, proposed the hypothesis that the bodies of animals and plants are composed of cells and products of cells. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഷ്വാൻ എന്ത് പറഞ്ഞു? ആനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ ഇവരുടെ ബോഡീസ് ഒക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് സെൽസോ അല്ലെങ്കിൽ സെൽസിൻ്റെ പ്രോഡക്ട്സോ വെച്ചിട്ടാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എല്ലാ ഓർഗാനിസംസും ഉണ്ടാവുന്നത് എന്തിൽ നിന്നാണ് മക്കളെ? സെല്ലിൽ നിന്നാണ്. അതാണ് ഷ്വാൻ അവസാനം പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾ ബോഡീസ് ഓഫ് വെദർ ഇറ്റ് ഈസ് പ്ലാന്റ്സ് ആവാം ആനിമൽസ് ആവാം എല്ലാതും കമ്പോസ് ചെയ്തിരിക്കുന്നത് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. സെൽസും പ്രൊഡക്റ്റ് ഓഫ് സെൽസും വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ 3 സയൻറ്റിസ്റ്റുകളെ പഠിച്ചു. ഒന്ന് മാത്യാസ് ക്ലീഡൻ, എ ജർമ്മൻ ബോട്ടണിസ്റ്റ്, തിയോഡർ ഷ്വാൻ, എ ജർമ്മൻ സുവോളജിസ്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഒരു കംപ്ലീറ്റ്, അതായത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഷ്വാന് പറഞ്ഞത് എന്താണ്? ആനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ സെൽസും പ്രൊഡക്റ്റ് ഓഫ് സെൽസും വെച്ചിട്ടാണ് അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? ഇപ്പം മാത്യാസ് ക്ലീഡൻ്റെയും ഷ്വാനിൻ്റെയും കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് മക്കളെ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. ഒരാൾ കംപ്ലീറ്റ്ലി പ്ലാന്റിനെ പറ്റി മാത്രം പഠിച്ചു, ജർമ്മൻ ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള മാത്യാസ് ക്ലീഡൻ. മറ്റേയാൾ ജർമ്മൻ സുവോളജിസ്റ്റ് ആണ്. ആദ്യം ആനിമൽസിനെ പറ്റിയിട്ട് പഠിച്ചു, പിന്നീട് പ്ലാന്റ്സിനെ പറ്റിയിട്ടും കൂടെ നോക്കി. അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഈ ക്ലീഡനും ഷ്വാനും കൂടെ ഒരു സെൽ തിയറി ഫോം ചെയ്തു. ആൻഡ് ദിസ് തിയറി ഹവർ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ആസ് ഹൗ ന്യൂ സെൽസ് വെർ ഫോംഡ്. അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ന്യൂ സെൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് അതിൽ പറയുന്നുണ്ടായിട്ടില്ല. അവരുടെ സെൽ തിയറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ സെൽസ് എവിടുന്നാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഓൾറെഡി ഉള്ള സെൽസ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് പറയുന്നതിലുപരി പുതിയ സെൽസ് ന്യൂ സെൽസ് എവിടുന്നാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത് അവരുടെ സെൽ തിയറിയിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. സ്ക്ലീഡൻ ആൻഡ് ഷ്വാൻ ടുഗെദർ ഫോർമുലേറ്റഡ് ദ സെൽ തിയറി ആൻഡ് ദിസ് തിയറി ഹവർ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ആസ് ടു ഹൗ ന്യൂ സെൽസ് വർ ഫോംഡ്. Okay, so Rudolf Virchow in 1855 first explained. ആ സമയത്താണ് 1855 റുഡോൾഫ് വിർച്ചോ ആണ് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത്? സെൽസ് ഡിവൈഡഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എങ്ങനെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നും സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് മക്കളെ അടുത്ത പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത്. ഓൾറെഡി പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ടാവും. ആ സെൽസിന് ഡിവിഷൻ സംഭവിച്ചിട്ട് അതിൽ നിന്നാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത് എന്ന് ആര് കണ്ടെത്തി? റുഡോൾഫ് വിർച്ചോ കണ്ടെത്തി. ഏത് ഇയറിലാണ്? 1855 റുഡോൾഫ് വിർച്ചോ ആണ് മക്കളെ കണ്ടെത്തിയത്. ക്ലിയർ ആണല്ലോ? എന്താണ് റുഡോൾഫ് വിർച്ചോ എന്താണ് പറഞ്ഞത്? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഹൗ? By division. Okay, so cells are divided and new cells are formed from the pre-existing cell and adine paranjadana omnicellular e-cellulae. Omnicellular e-cellula. Clear ayo? Rudolf Virchow paranjadana makkale omnicellular e-cellula ennu vechal endana? Cells are divided from the pre-existed cells. അങ്ങനെയാണ് ന്യൂ സെൽസ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓംനിസെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞ്. ഇതാരാണ് കണ്ടെത്തിയത്? ദാറ്റ് ഈസ് റുഡോൾഫ് വിർച്ചോ. ക്ലിയർ ആണല്ലോ? ഏതാ ഇയർ? 1855. ആൻഡ് ഹി മോഡിഫൈഡ് ദ ഹൈപ്പോത്തസിസ് ഓഫ് സ്ക്ലീഡൻ ആൻഡ് ഷ്വാൻ ടു ഗിവ് ദ സെൽ തിയറി. അങ്ങനെ സ്ക്ലീഡനും ഷ്വാനും കണ്ടെത്തിയ ഒരു സെൽ തിയറിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് റുഡോൾഫ് വിർച്ചോ എന്ത് ചെയ്തു? ഫൈനലി ഒരു സെൽ തിയറി കൺക്ലൂഡ് ചെയ്തു. ആൻഡ് സെൽ തിയറി ആസ് അണ്ടർസ്റ്റുഡ് ടുഡേ, ഇന്ന് സെൽ തിയറി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് മക്കളെ. ദാറ്റ് ഈസ് ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. ഇതാരാ കണ്ടെത്തിയത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷ്വാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ സ്ക്ലീഡൻ്റെയും ഷ്വാൻ്റെയും കൂടെ ടുഗദർലി അവർ സെൽ തിയറി ഫോം ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു? എവിടെ നിന്നാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ റുഡോൾഫ് വിർച്ചോ മൊത്തത്തിൽ അങ്ങോട്ട് അടിപൊളിയാക്കിയിട്ട് സെൽ തിയറി ഫോം ചെയ്തു. അതാണ് പറയുന്നത് ഇന്ന് സെൽ തിയറി അറിയപ്പെടുന്നത് ഫസ്റ്റ്
പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെൽസും അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ് മക്കളെ? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. ഏത് വഴിയാണ്? ഡിവിഷൻ വഴിയാണ്. സെൽസ് ഡിവൈഡ് ചെയ്യും, അങ്ങനെയാണ് ന്യൂ സെൽസ് ഫോം ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഡിവൈഡ് ചെയ്യുക? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. ഇതാണ് അപ് ടു നൗ ദ സെൽ തിയറി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? സോ വീണ്ടും പറയാണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. മാത്തിയസ് ക്ലീഡൻ, തിയോഡർ ഷ്വാൻ, റിഡോൾഫ് വിർച്ചോ, ആൻഡ് ഇപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ അടുത്തുള്ള സെൽ തിയറി, അതിൻ്റെ 2 പോസ്റ്റുലേറ്റ്സ്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സെല്ലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സെല്ലിൻ്റെ ഓവർവ്യൂ. ഓക്കെ, അതാണ് അടുത്തൊരു പോർഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ് ടു ദിസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് യു ഹാവ് ടു നോട്ട് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ലേൺ അബൌട്ട് എ സെൽ. ഓക്കെ, see, you have earlier observed cells in an onion peel or human cheek cells under the microscope. നിങ്ങൾ ചിലപ്പോൾ ചിലരെ കണ്ടിട്ടുണ്ടാവുള്ളൂ മൈക്രോസ്കോപ്പിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഓണിയൻ പീലിൻ്റെയും ഹ്യൂമൻ ചീക്ക് സെൽസ് ഒക്കെ ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാകും അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ചിലർ മിക്ക കുട്ടികളും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ആൻഡ് ലെറ്റ് us, നിങ്ങൾക്ക് 10th ലാണോ 9th ലാണോ എന്നറിയില്ല, അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് എന്തോ ഐ തിങ്ക് സോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. And let us recollect their structure. The onion cell, which is a typical plant cell, has a distinct cell wall as its outer boundary and just within its cell membrane. See, ഈ പറയുന്ന ഓണിയൻ സെല്ലിൻ്റെ കേസ് പറഞ്ഞല്ലോ. ഓണിയൻ സെല്ലിൻ്റെ കേസ് എന്ന് പറയുമ്പം ഓണിയൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് സെല്ലാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു പ്ലാന്റ്സിനാണ് സെൽ വോൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ യുണീക്ക് ക്യാരക്ടർ ഓഫ് പ്ലാന്റ്സ് ടു ഹാവ് എ സെൽ വോൾ. സോ ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു സെൽ വോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് സെൽ മെംബ്രെയിൻ കണ്ടത്. ഇപ്പോൾ ഓണിയൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലാന്റ് സെല്ലാണ്. അപ്പോൾ സെൽ വാൾ, അതിൻ്റെ അകത്താണ് മക്കൾ എന്ത് കണ്ടത്? സെൽ മെംബ്രെയിൻ കണ്ടിട്ടുള്ളത്. സോ ദ സെൽസ് ഓഫ് ഹ്യൂമൻ ചീക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ആൻ ഔട്ടർ മെംബ്രെയിൻ ആസ് ദ ഡെലിമിറ്റിംഗ് സ്ട്രക്ചർ ഓഫ് ദി സെൽ. അതിന് ആ ഒരു സെൽ സ്ട്രക്ചറിനെ ഡിലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ആണുള്ളത്. പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു സെൽ വാൾ ഉണ്ട്, ഔട്ടർ ബൗണ്ടറി ആയിട്ട് ഒരു സെൽ വാൾ ഉണ്ട്. അതിൻ്റെ അകത്താണ് എന്ത് വരുന്നത്? സെൽ മെംബ്രെയിൻ വരുന്നത്. ഹ്യൂമൻ ചീക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ മെംബ്രെയിൻ ആണുള്ളത്. ഈ സെൽ സ്ട്രക്ചറിൻ്റെ ഡിലിമിറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് എന്താ ഉള്ളത്? ഔട്ടർ മെംബ്രെയിൻ ആണുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സോ ഇൻസൈഡ് ഈച്ച് സെൽ ഈസ് എ ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയസ്. ഓരോ സെല്ലിൻ്റെ അകത്തും എന്തുണ്ട് മക്കളെ? ഒരു ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്? സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് മക്കളെ ന്യൂക്ലിയസ്. എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയും. ഒരു സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് ന്യൂക്ലിയസ്. ക്ലിയർ ആയോ? അതിൽ നിന്ന് 2 പോയിന്റ് കിട്ടി. സെല്ലിൻ്റെ അകത്ത് കാണുന്നത് ആരെയാണ്? ന്യൂക്ലിയസിനെയാണ്. ന്യൂക്ലിയസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിന് ഒരു ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് ഉള്ളത്. It is a dense membrane bound structure and this nucleus contains the chromosomes which in turn contain the genetic material DNA. ഈ പറയുന്ന ന്യൂക്ലിയസിൽ എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട്. ആൻഡ് ഈ ക്രോമസോമിൽ എന്തുണ്ട് മക്കളെ? ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ? ദാറ്റ് ഈസ് DNA. എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? DNA ആണ്. സോ ന്യൂക്ലിയസിനകത്ത് എന്ത് കാണാൻ പറ്റും? ക്രോമസോംസ് കാണാൻ വേണ്ടി പറ്റും. ഈ ക്രോമസോമിനകത്ത് നമുക്ക് ജെനറ്റിക് മെറ്റീരിയൽ കാണാൻ പറ്റും ആൻഡ് ദാറ്റ് ഈസ് ദ DNA. ക്ലിയർ ആയല്ലോ? സോ സെൽസ് ദാറ്റ് ഹാവ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയൈ, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയൈ ഉള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ യൂകാരിയോട്ടിക്. എന്താണ് പറയാ? യൂകാരിയോട്ടിക്. പ്രോകാരിയോട്ടിക്കിന് ഒരു കൈൻഡ് ഓഫ് ബൗണ്ടറി ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അതുകൊണ്ടാണല്ലോ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് അവരെ പ്രോ. ഓക്കെ, യൂകാരിയോട്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയൈ. ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയൈ പ്രസൻ്റ് ആയിട്ടുള്ള സെല്ലിനെ വിളിക്കുന്ന പേരാണ് മക്കളെ യൂകാരിയോട്ടിക് സെൽ. എന്താണ്? യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും. At the same time, whereas cells that lack a membrane bound nucleus, ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിട്ടുള്ള സെല്ലിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് പ്രോകാരിയോട്ടിക്. സോ യൂകാരിയോട്ടിക് എന്താന്ന് പറഞ്ഞു? പ്രോകാരിയോട്ടിക് എന്താന്ന് പറഞ്ഞു? ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിട്ടുള്ള സെല്ലാണെന്നുണ്ടെങ്കിൽ അതാണ് യൂകാരിയോട്ടിക് സെൽ. ആൻഡ് മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിട്ടുള്ള സെല്ലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നത്.
ക്ലാരിറ്റി വന്നോ മക്കളെ? ക്ലിയർ അല്ലേ? സോ ഇൻ ബോത്ത് prokaryote and eukaryote, a semi-fluid matrix called cytoplasm occupies the volume of the cell. അതിലും പ്രശ്നമൊന്നുമില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് യൂക്കാരിയോട്ടിക് സെൽ ആയിക്കോട്ടെ പ്രൊകാരിയോട്ടിക് സെൽ ആയിക്കോട്ടെ, ആ സെല്ലിൻ്റെ വോളിയത്തിനെ കവർ ഔട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ് മക്കളെ? അതിൻ്റെ അകത്തുള്ള സൈറ്റോപ്ലാസം തന്നെയാണ്. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള മാറ്റം? സി, ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവർ യൂക്കാരിയോട്ട് ആയിരിക്കും. ഇങ്ങനെ പ്രത്യേകിച്ച് ബൗണ്ടഡ് മെംബ്രെയിൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രൊകാരിയോട്ട് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി പ്രൊകാരിയോട്ട് ആയിക്കോട്ടെ യൂക്കാരിയോട്ട് ആയിക്കോട്ടെ, അതിൻ്റെ വോളിയം ഓഫ് ദി സെൽ കവറപ്പ് ചെയ്യുന്നത് ആരെന്നാണ്? സൈറ്റോപ്ലാസം തന്നെയാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആക്ച്വലി സൈറ്റോപ്ലാസം ആണ് മക്കളെ ഈ സെല്ലുലാർ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഒരു മെയിൻ അറേന എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമാണ്. എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് ഈ സൈറ്റോപ്ലാസത്തിലാണ്. അത് ഈവൻ പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും സൈറ്റോപ്ലാസമാണ്. ഇറ്റ് ഈസ് ദ മെയിൻ അറേന ഓഫ് ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്. അങ്ങനെയാണ് അതിനറിയപ്പെടുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മെയിൻ അറേന ഓഫ് ദ സെല്ലുലാർ ആക്ടിവിറ്റീസ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ്. പ്ലാന്റ് സെൽ ആയിക്കോട്ടെ ആനിമൽ സെൽ ആയിക്കോട്ടെ, സൈറ്റോപ്ലാസമാണ് മക്കളെ മെയിൻ അറേന. അവിടെ വെച്ചിട്ടാണ് എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസും നടക്കുന്നത്. ഈവൻ യൂക്കാരിയോട്സിൻ്റെ അകത്താണെങ്കിലും അതിൻ്റെ സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്നത് ആ സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. പ്രൊകാരിയോട്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്നത് ആ പറയുന്ന സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഇസ് ദ മെയിൻ അറേന ഓഫ് ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചോദിക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മക്കളെ, നോട്ട് ചെയ്ത് വെക്കണം. ഈവൻ ഇറ്റ് ഈസ് ഇൻ പ്ലാന്റിലായിക്കോട്ടെ ആനിമൽ സെൽസിലായിക്കോട്ടെ. ഓക്കെ, വേരിയസ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ ഇൻ ഇറ്റ് ടു കീപ് ദ സെൽസ് ഇൻ ദ ലിവിങ് സ്റ്റേറ്റ്. ഒരു സെല്ലിന് ലിവിങ് സ്റ്റേറ്റിൽ ഒരു സെല്ല് ലിവിങ് ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ദർ ഷുഡ് ഒക്കർ മെനി സെല്ലുലാർ ആക്ടിവിറ്റീസ്. സെല്ലുലാർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ആ ഒരു സെല്ല് ഫങ്ഷനും ചെയ്യണം. ആ ഒരു സെല്ലിന് കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കണം, അതിൻ്റേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെ ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസ് നടന്നാൽ മാത്രമേ അത് ലിവിങ് സ്റ്റേറ്റിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിലാണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? സോ ബിസൈഡ്സ് ദ ന്യൂക്ലിയസ്, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, മെംബ്രെയിൻ ബൗണ്ടഡും നോൺ മെംബ്രെയിൻ ബൗണ്ടഡും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ് പ്രോകാരിയോട്ടിൽ, മെംബ്രെയിൻ ബൗണ്ടഡ് ആണ് യൂക്കാരിയോട്ടിൽ. So besides the nucleus, eukaryotic cells have membrane bound distinct structures. ഈ ന്യൂക്ലിയസിൻ്റെ പുറമേ തന്നെ യൂക്കാരിയോട്സിൽ എന്തും കൂടെ ഉണ്ടാവും മക്കളെ? മെംബ്രെയിൻ ബൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണപ്പെടാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗനൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ യൂക്കാരിയോട്ടിൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഓർഗനൽസിൻ്റെ എക്സാമ്പിളാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സസ്, ലൈസോസോംസ്, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ്, വാക്യൂൾസ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ് മക്കളെ? ഓർഗനൽസിൻ്റെ എക്സാമ്പിളാണ്. സോ ഇതൊക്കെ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? സോ വീണ്ടും പറയാണ്, യൂക്കാരിയോട്ടിക് സെൽസിൽ ന്യൂക്ലിയസ് മാത്രമല്ല അതിൽ മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓർഗനൽസും കൂടെ ഉണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചേഴ്സും കൂടെ ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഓർഗനൽസ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സസ്, മൈറ്റോകോൺട്രിയ, ലൈസോസോം, മൈക്രോബോഡീസ്, വാക്യൂൾസ് എന്നിവരൊക്കെ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊകാരിയോട്ടിൻ്റെ കേസിലാണ്. ഈ പറയുന്ന യൂക്കാരിയോട്സിനാണല്ലോ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഉള്ളത്. പ്രൊകാരിയോട്സിൽ ഈ പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെൻ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് പ്രൊകാരിയോട്സും യൂക്കാരിയോട്സും ഡിഫറെൻ്റ് ആണെന്നും എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതും ഇപ്പം ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആസ് ഇവർക്ക് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. ആർക്ക്? പ്രൊകാരിയോട്സിന്. എന്നാൽ യൂക്കാരിയോട്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിലും മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് പാർട്ടായിരിക്കും ആർക്കുണ്ടാവുക? യൂക്കാരിയോട്സിന് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിനെ പറ്റിയിട്ടാണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, മൈക്രോബോഡി, വാക്യൂൾ, ഗോൾജി കോംപ്ലക്സസ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിനെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് റൈബോസോം. എന്താണ് മക്കളെ? എന്താണ് എക്സാമ്പിൾ? നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിൻ്റെ ഒരു എക്സാമ്പിളാണ് റൈബോസോം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മക്കളെ നിങ്ങൾ? സോ ഇത് ബോത്ത് യൂക്കാരിയോട്ടിലും കാണപ്പെടും പ്രൊകാരിയോട്ടിലും കാണുന്നുണ്ട്.
ഇങ്ങനെ യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും കാണുന്ന ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിനെയാണ് മക്കളെ റൈബോസോം എന്ന് പറയുന്നത്. എന്താണ്? റൈബോസോം. So, they are the non-membrane bound organelles found in all cells, that is both eukaryotic as well as prokaryotic. എല്ലാ സെൽസിലും കാണുന്ന നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മക്കളെ ആൻസർ എഴുതുക? ദാറ്റ് ഈസ് റൈബോസോംസ്. റൈബോസോംസ് ആണ് നമുക്ക് എല്ലാ സെൽസിലും കാണുന്ന ഒരു ഓർഗനൽ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ഇറ്റ് ഈസ് എ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. അത് ഓർത്ത് വെക്കണം. നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഏതാണെന്നുള്ളത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട്. നിങ്ങൾ PYQs എടുത്ത് നോക്കിയാലും മനസ്സിലാവും. ദാറ്റ് ഈസ് റൈബോസോം. എന്താണ്? റൈബോസോം. ആൻഡ് വിതിൻ ദ സെൽ റൈബോസോംസ് ആർ ഫൗണ്ട് നോട്ട് ഓൺലി ഇൻ ദ സൈറ്റോപ്ലാസം. ദിസ് ഈസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ സെല്ലിൽ ഒരു സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ല നമുക്ക് റൈബോസോം കാണാൻ പറ്റുക. ഇറ്റ് ഈസ് ഓൾസോ സീൻ വിതിൻ 2 ഓർഗനൽസ്. 2 ഓർഗനലുകൾക്കിടയിലും കൂടെ അത് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ റൈബോസോംസ് പ്രസൻ്റ് ആയിരിക്കും മക്കളെ. ക്ലോറോപ്ലാസ്റ്റ് ആർക്കാണ് ഉണ്ടാവുക? ആനിമൽസിനാണോ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവുക? അല്ല, പ്ലാന്റ്സിൻ്റെ കേസിലാണ് ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവർക്ക് നടക്കുന്നത്. ക്ലോറോഫിൽ പ്രസൻ്റ് ആയിരിക്കും, മൈറ്റോകോൺട്രിയ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ ക്ലോറോപ്ലാസ്റ്റ് ആർക്കായിരിക്കും പ്രസൻ്റ് ആയിരിക്കുക? പ്ലാന്റ്സിനാണ്. ഈ പ്ലാന്റ്സിൽ എന്ത് പ്രസൻ്റ് ആണ്? റൈബോസോം പ്രസൻ്റ് ആണ്. അപ്പം ഓർത്ത് വയ്ക്കുക, പ്ലാന്റ്സിൽ സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ല കാണുന്നത്, ക്ലോറോപ്ലാസ്റ്റിലും കൂടെ റൈബോസോം പ്രസൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? പിന്നെ എവിടെയൊക്കെ കാണാൻ പറ്റും? മൈറ്റോകോൺട്രിയയിലും കാണാൻ പറ്റുന്നുണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും കാണുന്നുണ്ട്. സോ മൊത്തം 4 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് റൈബോസോമിനെ കാണാൻ പറ്റും. എവിടേക്കാ മക്കളൊന്ന് പറഞ്ഞേ? ആദ്യം സൈറ്റോപ്ലാസത്തിൽ കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേത് എന്താണ്? ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റിൽ. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സിലാണെന്ന്. കാരണം ആനിമൽസിന് ഈ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാന്റ്സിലാണ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നത്. മൂന്നാമത് എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. ആൻഡ് ദ തേർഡ് വൺ മൈറ്റോകോൺട്രിയ. ഫോർത്ത് വൺ എന്ന് പറയുന്നതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. സോ 4 സ്ഥലങ്ങളിൽ നമുക്ക് റൈബോസോമിനെ കാണാൻ പറ്റുന്നുണ്ട്. സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ് ഇൻ പ്ലാന്റ്സ്, മൈറ്റോകോൺട്രിയ ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇത്രയും സ്ഥലങ്ങളിലാണ് മക്കളെ നമുക്ക് ആരെ കാണാൻ പറ്റുക? റൈബോസോമിനെ കാണാൻ പറ്റുക. ആരായിരുന്നു റൈബോസോം? പെട്ടെന്ന് പറഞ്ഞ ആരായിരുന്നു മക്കളെ റൈബോസോം? They are the non-membrane bound organelles seen in all cells. എല്ലാ സെൽസിലും, whether it is prokaryote ആയിക്കോട്ടെ, eukaryote ആയിക്കോട്ടെ, plant cell ആയിക്കോട്ടെ, animal cell ആയിക്കോട്ടെ, എല്ലാവരിലും കാണുന്ന ഒരാളാണ് റൈബോസോം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? So, animal cells contain another non-membrane bound organelle called centrosome. ഇനി animal cell കാണുന്ന ഒരു non-membrane bound organelle ഏതാണ്? That is centrosome. Note the point, non-membrane organelle റൈബോസോം മാത്രമല്ല. നോൺ-മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിന് മറ്റൊരു എക്സാമ്പിൾ ആണ് സെൻട്രോസോം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് റൈബോസോമും സെൻട്രോസോമും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? മക്കളെ, റൈബോസോം നമുക്ക് എല്ലാവർക്കും കാണാം. പ്ലാന്റ്സിനും ഉണ്ടാവും, ആനിമൽസിനും എല്ലാവരിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സെൻട്രോസോം എന്ന് പറയുന്നത് ആനിമൽസിൽ മാത്രം കാണുന്ന നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലെയാണ്. ക്ലിയർ ആയോ? എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ? സെൻട്രോസോം എന്ന് പറയുന്നത് ആനിമൽസിൽ മാത്രം കാണുന്ന ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലെയാണ്. ഇറ്റ് കണ്ടെയ്ൻ അനദർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ കോൾഡ് സെൻട്രോസോം വിച്ച് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സെൻട്രോസോമിന്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? സെൽ ഡിവിഷൻ ആണ്. ക്ലിയർ ആണോ? സെൻട്രോസോമിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് സെൽ ഡിവിഷൻ. Cells differ greatly in size, shape and activities. For example, mycoplasma, the smallest cell. സെൽസ് ഞാൻ നേരത്തെ പറയുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ് തൊട്ടേ പറയുന്നുണ്ട്. സെൽസ് എന്ന് പറയുമ്പം അവർക്ക് എല്ലാവരും ഒരുപോലെ ആവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടാകും. അവരുടെ സൈസിലും വേരിയേഷൻ വരും, ഷേപ്പിൽ വേരിയേഷൻസ് വരും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഫംഗ്ഷനിലും വേരിയേഷൻസ് കാണും. റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് സെല്ലാണ് മക്കളെ മൈക്കോപ്ലാസ്മ എന്ന് പറയും. ഓർത്ത് വയ്ക്കുക, ദ സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് മൈക്കോപ്ലാസ്മ. അതിൻ്റെ സൈസ് എത്രയാണ്? ദാറ്റ് ഇസ് ഓൺലി 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. എത്രയാണ് മക്കളെ? 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പം സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നതാണ് മൈക്കോപ്ലാസ്മ. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ് വരുന്നത് 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത് ആണ്. അറ്റ് ദ സെയിം ടൈം അടുത്തയാളാണ് ബാക്ടീരിയ എന്ന് പറയും. സോ ബാക്ടീരിയയുടെ
സൈസ് എത്രയാണ് മക്കളെ വരുന്നത്? ഇറ്റ് കുഡ് ബി 3 to 5 മൈക്രോമീറ്റർ. ഇറ്റ് കുഡ് ബി 3 to 5 മൈക്രോമീറ്റർ. അപ്പം രണ്ട് പേരത് ഇപ്പം നമ്മൾ പഠിച്ചു. ഒന്നാമത്തതാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എത്രയാണ് മക്കളെ? 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. രണ്ടാമത്തതാണ് ബാക്ടീരിയ. സോ ബാക്ടീരിയ എത്രയാണ് മക്കളെ? 3 to 5 മൈക്രോമീറ്റർ. 3 to 5 മൈക്രോമീറ്റർ. രണ്ടാമത് പഠിച്ചിട്ടില്ലേ? മൈക്കോപ്ലാസ്മ ആൻഡ് ബാക്ടീരിയ. ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? സോ ദ ലാർജസ്റ്റ്, ഇപ്പം നമ്മൾ സ്മോളസ്റ്റ് പഠിച്ചു, അത് കഴിഞ്ഞിട്ടൊരു ബാക്ടീരിയൻ്റെതും പഠിച്ചു. മൂന്നാമത്തതാണ് ദ ലാർജസ്റ്റ്. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെൽ ഈസ് ദ എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. ലാർജസ്റ്റ് സിംഗിൾ സെൽ ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ദ എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. ക്ലിയർ ആണല്ലോ? ആൻഡ് among multicellular organisms, human RBC are about 7 micrometer in diameter. Human RBC യുടെ എത്രയാണ് മക്കളെ? ഹ്യൂമൻ RBCയുടെ സൈസ് എത്രയാണ്? ദാറ്റ് ഈസ് 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. സോ ഇത് എമംഗ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഹ്യൂമൻ RBC ആണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പഠിക്കുന്നത്. സോ അതെത്രയാണ്? 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. മൊത്തം എത്ര എണ്ണം പഠിച്ചു മക്കളെ? 4 എണ്ണം പഠിച്ചു. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോളസ്റ്റ്, ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ 0.3 മൈക്രോമീറ്റർ. രണ്ടാമത് നമ്മൾ പഠിച്ചതായിരുന്നു ബാക്ടീരിയ, ദാറ്റ് ഈസ് 3 to 5 മൈക്രോമീറ്റർ. മൂന്നാമത് നമ്മൾ ലാർജസ്റ്റ് സെൽ, അതേതാണ്? എഗ് ഓഫ് എൻ ഓസ്ട്രിച്ച്. ആൻഡ് നാലാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ദാറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങൾക്കിടയിൽ നിന്നും HBC, ദാറ്റ് ഈസ് ഹ്യൂമൻ RBC. ഹ്യൂമൻ RBCൻ്റെ ലെങ്ത് എത്രയാണ്? അതിൻ്റെ ഡയമീറ്റർ വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ദാറ്റ് ഈസ് 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? സോ എന്താണ് അല്ലെങ്കിൽ ഏതാണ് മക്കളെ ലോങ്ങസ്റ്റ് സെൽ? ലാർജസ്റ്റ് സെല്ല് നമ്മൾ പറഞ്ഞു എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് ആണ്. സ്മോളസ്റ്റ് സെല്ലും പറഞ്ഞു മൈക്കോപ്ലാസ്മയാണെന്ന് പറഞ്ഞു. ലാർജസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്, ലോങ്ങസ്റ്റ് അല്ല. ലാർജസ്റ്റ് ആണ് എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് സെൽ ഏതായിരിക്കും? ലോങ്ങസ്റ്റ് സെൽ എല്ലാവർക്കും അറിയുന്നതാണ്, ദാറ്റ് ഈസ് ദ നെർവ് സെൽ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അതിൽ. ലോങ്ങസ്റ്റ് സെൽ ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് ദ നെർവ് സെൽ. ആൻഡ് സെൽസ് ഓൾസോ വേരി ഗ്രേറ്റ്ലി ഇൻ ദെയർ ഷേപ്പ്. Cells also vary greatly in their shape. They may be disc-like, polygonal, columnar, cuboidal, thread-like or even irregular shaped വരെ ആവാം. And the shape of the cell may vary with the function they may perform. അതായത് അവർക്ക് ഏത് തരത്തിലുള്ള ഫങ്ഷൻസ് ആണോ പെർഫോം ചെയ്യേണ്ടത് അതിനനുസരിച്ച് അവരുടെ ഷേപ്പ് മാറേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പോൾ അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിനനുസരിച്ചിട്ടിരിക്കും മക്കളെ അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു ഡയഗ്രംസ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, PYQസിലൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? സോ ദ ഫസ്റ്റ് വൺ ഈസ് RBC നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ RBCയുടെ ഇത് എത്രയായിരുന്നു? ഡയമീറ്റർ വൈസ് എത്രയായിരുന്നു? 7 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ക്ലിയർ ആണല്ലോ? സോ റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ്, ഇതൊക്കെ എക്സാമിന് വരും കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കാം. റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് നമ്മൾ ഓക്കെ, ദിസ് ഇസ് RBC കണ്ടു, മനസ്സിലായി, അടച്ചു. അങ്ങനെയല്ല, ഇതിൽ ഓരോന്നിലും എന്താണ് ഇവർ ലാബിൽ ചെയ്തതെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെല്ലാം ലാബിൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ആൻഡ് ഇത് നോക്കുക, ദിസ് ഇസ് ദ WBC. എന്ത് ഷേപ്പാണ് മക്കളെ? എമബോയിഡ് ഷേപ്പാണ്. ഇതൊന്നും കൂടെ ക്ലാരിറ്റിയോട് കൂടെ, അതായത് ആ ഷേപ്പൊക്കെ എങ്ങനെയാണ്, എത്ര ലോബ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ബോഡി ഫ്ലൂയിഡ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഹ്യൂമൻ ഫിസിയോളജിയിലെ ബോഡി ഫ്ലൂയിഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ദിസ് വൺ ഇസ് കൊളുംനാർ ആൻഡ് എപ്പിത്തീലിയൽ സെൽസ്. ദാറ്റ് ഈസ് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ്. എങ്ങനെയാണ് ഇവർ? കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നില്ലേ? ദാറ്റ് ഈസ് ദേ ആർ ലോങ് ആൻഡ് നെറോ. ദിസ് ഈസ് ദ ലാർജസ്റ്റ് വൺ ഓർ ദ ലോങ്ങസ്റ്റ് വൺ. സോറി, ലാർജസ്റ്റ് അല്ല, ലോങ്ങസ്റ്റ്. ലാർജസ്റ്റ് ഏതാണ് മക്കളെ? ലാർജസ്റ്റ് ആണ് ഓസ്ട്രിച്ച് എഗ്. ഓക്കെ, എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് ആണ് ലാർജസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ നെർവ് സെൽ, ബ്രാഞ്ച്ഡ് ആൻഡ് ലോങ്. നെർവ് സെൽ എങ്ങനെയാണ്? ബ്രാഞ്ച്ഡ് ആണ്, ലോങ് ആണ്. ദിസ് ഈസ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ഈ ബ്രാഞ്ച്ഡ് എന്നുള്ളത് അൺബ്രാഞ്ച്ഡ് ആക്കി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തരാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അത് കത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നെർവ് സെൽ എന്താണ്? ലോങ്ങസ്റ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് ദിസ് ഈസ് ദ ട്രക്കീഡ്. elongated ആണ്. ദിസ് ഈസ് ദ മീസോഫിൽ സെൽ, ദാറ്റ് ഈസ് റൗണ്ട് ആൻഡ് ഓവൽ. ഈ ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്, നോക്കി വെക്കുക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൊകാരിയോട്ടിക് സെൽസ്. എന്താണ് മക്കളെ പ്രൊകാരിയോട്ടിക് സെൽസ് എന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു.
അതായത് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നിട്ടുണ്ട്. എന്താണ് പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് വെച്ചാൽ അവർക്ക് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും ഉണ്ടാവില്ല. അതല്ലേ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ദ പ്രോകാരിയോട്ടിക് സെൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ, പ്രോകാരിയോട്ടിക് സെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരാണ് മക്കളെ? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ, PPLO. എന്താണ് PPLO? ദാറ്റ് ഈസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ആണ് മക്കളെ എന്താണ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് PPLO. അതും ഒരു എക്സാമ്പിളാണ് എന്തിൻ്റെ? പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ പ്രൊകാരിയോട്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ബാക്ടീരിയ ഉണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ട്, മൈക്കോപ്ലാസ്മ ഉണ്ട്, അതുപോലെ തന്നെ PPLOയും ഉണ്ട്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ദേ ആർ ജനറലി സ്മോളർ ആൻഡ് മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി ദാൻ യൂക്കാരിയോട്ടിക് സെൽസ്. ആക്ച്വലി ഈ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് ജനറലി സ്മോളർ ആണ്. കോമൺലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്മോളർ ആണ്. ഇവരുടെ ഡിവിഷൻ പെട്ടെന്ന് നടക്കും, ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ദേ മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി. യൂക്കാരിയോട്ടിക് സെൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രോകാരിയോട്ടിക് സെല്ലിനാണ് മക്കളെ റാപ്പിഡ് ഡിവിഷൻ നടക്കുക, റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? സോ ദേ മേ വെരി ഗ്രേറ്റ്ലി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകും. ഇവരുടെ ഷേപ്പിലാണെങ്കിലും സൈസിലാണെങ്കിലും ഇഷ്ടം പോലെ വേരിയേഷൻസ് കാണിക്കും. ആൻഡ് ദ 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. നമുക്ക് ബാക്ടീരിയൻ്റെ 4 ബേസിക് ഷേപ്സ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലല്ലേ നമ്മൾ പഠിച്ചത്? ഏതൊക്കെയായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് ബാസിലസ് റോഡ് ഷേപ്ഡ്, കോക്കസ് സ്ഫെറിക്കൽ ഷേപ്ഡ്, വിബ്രിയോ കൊമ ഷേപ്ഡ് ആൻഡ് സ്പൈറിലം ദാറ്റ് ഈസ് സ്പൈറൽ ഷേപ്ഡ്. ഇത് എന്തിൻ്റെ ബേസിസിലായിരുന്നു മക്കളെ? നമുക്ക് ബാക്ടീരിയൻ്റെ ഷേപ്സ്. ഓക്കെ, ബാക്ടീരിയൻ്റെ ഷേപ്പിൻ്റെ ബേസിസിൽ വീണ്ടും അതിനെ 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിബ്രിയോ ദാറ്റ് ഈസ് കൊമ ഷേപ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ കോക്കസ് സ്ഫെറിക്കൽ ഷേപ്ഡ്, സ്പൈറല സ്പൈറൽ ഷേപ്ഡ് ആൻഡ് ബാസിലസ് റോഡ് ഷേപ്ഡ്. അതിൻ്റെയൊക്കെ പിക്ചർ നമ്മൾ അന്ന് വരച്ച് കണ്ടതാണ്. ക്ലിയർ ആണല്ലോ? സോ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്നും മുന്നേ പഠിച്ച ചാപ്റ്ററിൽ നിന്നുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ആയിക്കൂടെ ഇത്? ഓക്കെ, സോ the organization of prokaryotic cell is fundamentally similar even though prokaryotes exhibit a wide variety of shapes and function. ഞാൻ നേരത്തെ പറഞ്ഞു, തൊട്ട് മുന്നേയുള്ള പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ഇവർക്ക് ഒരു വെറൈറ്റീസ് ഓഫ് വേരിയേഷൻസ് ഭയങ്കര കൂടുതലാണ്. വെറൈറ്റീസ് ലൈക്ക് ഷേപ്സിലാണെങ്കിലും സൈസിലാണെങ്കിലും ഇഷ്ടം പോലെ വേരിയേഷൻസ് കാണിക്കുന്ന ആൾക്കാരാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അത് ഓക്കെയാണ്. എന്നാൽ പോലും ഇവരുടെ ഫങ്ഷൻസ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞത്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഇവരുടെ ഷേപ്പും സൈസും വേരി ചെയ്യുന്നത്, മെയിൻലി ഷേപ്പ് വേരി ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഫംഗ്ഷനനുസരിച്ചിട്ടായിരിക്കും. സോ പ്രൊകാരിയോട്സിന് ഇഷ്ടംപോലെ ഷേപ്സിൽ കാണപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അത്രയും കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെന്നാണോ? അല്ല, ഫങ്ഷൻസ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇവർക്ക് സൈസും ഷേപ്പും നന്നായിട്ട് വേരി ചെയ്യും. ഓക്കെ, ഒരുപാട് വേരിയേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഓൾ പ്രോകാരിയോട്സ് ഹാവ് എ സെൽ വാൾ. എല്ലാ പ്രോകാരിയോട്സിനും ഒരു സെൽ വാൾ ഉണ്ടാകും. എല്ലാ പ്രോകാരിയോട്സിനും എന്തുണ്ട് മക്കളെ? ഒരു സെൽ വാൾ ഉണ്ട്. ആൻഡ് സറൗണ്ടിങ് ദ സെൽ മെംബ്രെയിൻ. അതെന്തിന് സറൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കുക? സെൽ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും? ഒരു സെൽ വാൾ പ്രസൻ്റ് ആയിരിക്കും. ആർക്കുണ്ടാവില്ല? മൈക്കോപ്ലാസ്മയിൽ ഉണ്ടാവില്ല. ആക്ച്വലി മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ഇതെന്താണ് മക്കളെ? ഒരു പ്രോകാരിയോട്ടിക് സെല്ലാണ്. പ്രോകാരിയോട്ടിക് സെൽസിന് നോർമലി സെൽ മെംബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് സെൽ വാൾ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മൈക്കോപ്ലാസ്മയ്ക്ക് എന്ത് ആബ്സെൻ്റ് ആണ്? സെൽ വാൾ ആബ്സെൻ്റ് ആണ്. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാൾ ആബ്സെൻ്റ് ആണെന്നുള്ളത് നമ്മളിവിടെ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ് മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാൾ എന്താണ് മക്കളെ? ആബ്സെൻ്റ് ആണ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? സോ ദ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഫില്ലിംഗ് ദ സെൽ ഈസ് ദ സൈറ്റോപ്ലാസം. അത് നമ്മൾ പറഞ്ഞു. പ്രൊകാരിയോട്ടിലായിക്കോട്ടെ യൂക്കാരിയോട്ടിലായിക്കോട്ടെ ദ മെയിൻ അറീന ഓഫ് ദ സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. സോ ഇവിടുത്തെ സെമി ഫ്ലൂയിഡ് മാട്രിക്സ്, ഈ പറയുന്ന സെല്ലിൻ്റെ അകത്ത് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഏതാണ്? സൈറ്റോപ്ലാസം തന്നെയാണ്. ആൻഡ് ദർ ഇസ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇവർക്കൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? അവർക്കൊരു മെംബ്രെയിൻ ബൗണ്ടഡ് സെല്ലില്ല. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടാകുമ്പോഴല്ലേ അവർക്കൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ മെംബ്രെയിൻ ബൗണ്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. So they have no well-defined nucleus and the genetic material is basically naked. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് മെംബ്രെയിൻ ബൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജെനറ്റിക് മെറ്റീരിയൽ നേക്ഡ് ആയിരിക്കും.
ക്ലിയർ അല്ലേ മക്കളെ? ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയായിരിക്കും? നേക്കഡ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് നോട്ട് എൻവലപ്ഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ജനറ്റിക് മെറ്റീരിയൽ എപ്പോഴാണ് നേക്കഡ് ആവുക? അവരെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടില്ലെങ്കിലാണ് അത് നേക്കഡ് ആവുന്നത്. ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജനറ്റിക് മെറ്റീരിയലിനെ ഡയറക്റ്റ്ലി കാണാൻ പറ്റുമോ? ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇവരെ സംബന്ധിച്ച് പ്രൊകാരിയോട്ടിക് സെൽസിന് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്താണ്? ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജനറ്റിക് മെറ്റീരിയൽ ബേസിക്കലി എന്താണ് മക്കളെ? നേക്കഡ് ആണ്. So that is not enveloped by a nuclear membrane. And in addition to the genomic DNA, ഇവിടെ ഈ ഒരു ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ജീനോമിക് DNA അല്ലാണ്ട്, ജീനോമിക് DNA എന്ന് വെച്ചാൽ എന്താ മക്കളെ ജീനോമിക് DNA എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ സിംഗിൾ ക്രോമസോം അല്ലെങ്കിൽ സർക്കുലർ DNA ആണ് ജീനോമിക് DNA എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ക്രോമസോം അല്ലെങ്കിൽ അതിലുള്ള സർക്കുലർ DNA ആണ് നമ്മൾ ജീനോമിക് DNA എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പുറമെ ഇവർക്ക് എന്തും കൂടെ ഉണ്ട്? They have a circular DNA outside the genomic DNA. ഈ ജീനോമിക് DNAയുടെ പുറത്തായിട്ട്, ഓക്കെ, ഔട്ട്സൈഡ് ദ ജീനോമിക് DNA എന്തും കൂടെ ഉണ്ടാകും? ഒരു സർക്കുലർ DNAയും കൂടെ കാണുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ അഡീഷൻ ടു ദ ജീനോമിക് DNA, ദാറ്റ് ഈസ് എന്താണ് ജീനോമിക് DNA? സിംഗിൾ ക്രോമസോം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സർക്കുലർ DNA. Many bacteria have small circular DNA outside the genomic DNA. ജീനോമിക് DNAയുടെ ഔട്ട്സൈഡ് ആയിട്ട് ഒരുപാട്, അതായത് കുറേ ബാക്ടീരിയകൾക്ക് അതിൻ്റെ പുറത്തായിട്ട് എന്ത് കാണുന്നുണ്ട് മക്കളെ? സ്മോളർ സർക്കുലർ DNAയും കൂടെ കാണുന്നുണ്ട്. സോ അത് ഇതിലുള്ളൊരു എക്സെപ്ഷനാണ്. എക്സെപ്ഷൻ എന്നല്ല, ഇതിൻ്റെ ഒരു അഡീഷണൽ പ്രോപ്പർട്ടിയാണ് പ്രൊകാരിയോട്സിൻ്റെ. വീണ്ടും പറയാണ്, അതിൻ്റെ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി എന്താണ്? ജീനോമിക് DNAയുടെ പുറത്ത് ഒരുപാട് ബാക്ടീരിയകൾക്ക് എന്തും കൂടെ ഉണ്ടാകും? സർക്കുലർ DNAയും കൂടെ ഉണ്ടാകും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സോ ദീസ് സ്മോളർ DNAs ആർ കോൾഡ് പ്ലാസ്മിഡ്സ്. അങ്ങനെ പുറത്തുള്ള ആ ഒരു സ്മോളർ DNA എന്ന് പറഞ്ഞല്ലോ, എന്തിൻ്റെ പുറത്ത്? ജീനോമിക് DNAയുടെ ഔട്ട്സൈഡായിട്ട് കാണുന്ന സ്മോളർ DNA ഉണ്ട് എന്ന് പറഞ്ഞു. അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ പ്ലാസ്മിഡ്സ്. എന്താണ്? പ്ലാസ്മിഡ്. സോ എന്താണ് ഈ പ്ലാസ്മിഡ്സ്? ഇറ്റ് കൺഫേഴ്സ് സർട്ടൺ യുണീക്ക് ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് ടു സച്ച് ബാക്ടീരിയ. എല്ലാ ബാക്ടീരിയകൾക്കും എന്നല്ല നമ്മൾ പറഞ്ഞത്, മെനി ബാക്ടീരിയ ഹാവ് എന്നാ പറഞ്ഞിട്ടുള്ളൂ. സോ അവരുടെ പ്രത്യേകത എന്തായിരിക്കും? ആ ബാക്ടീരിയകൾക്ക്, അതായത് ഇങ്ങനെ ജീനോമിക് DNAയുടെ പുറത്തായിട്ട് പ്ലാസ്മിഡ്സ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ സ്മോളർ DNA പ്രസൻ്റ് ആണ് എന്ന് വെച്ചാൽ പ്ലാസ്മിഡ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യുണീക്ക് ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് കാണും. ഓക്കെ, സർട്ടൺ യുണീക്ക് ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് കാണും അവർക്ക്. ഓക്കെ ആണല്ലോ? ആൻഡ് വൺ സച്ച് ക്യാരക്ടർ, അങ്ങനത്തെ ഒരു യുണീക്ക് ഫീനോട്ടിപ്പിക് ക്യാരക്ടറിൻ്റെ എക്സാമ്പിളാണ് മക്കളെ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. ക്ലിയർ ആയോ? ഇപ്പോൾ മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്? പ്ലാസ്മിഡ് ഉണ്ടായാൽ അവർക്ക് എന്തോ യുണീക്ക് ഫീനോട്ടിപ്പിക് ക്യാരക്ടർ അവർക്ക് പ്രസൻ്റ് ആയിരിക്കും. സോ അതിനൊരു എക്സാമ്പിളാണ്, അങ്ങനെയുള്ളൊരു യുണീക്ക് ഫീനോട്ടിപ്പിക് ക്യാരക്ടറിനൊരു എക്സാമ്പിളാണ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. എന്താണ്? റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. ആൻഡ് ഇൻ ഹയർ ക്ലാസ്സസ് യു വിൽ ലേൺ ദാറ്റ് ദിസ് പ്ലാസ്മിഡ് DNA is used to monitor bacterial transformation with foreign DNA. That is ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് +2. ബയോടെക് 1 ആൻഡ് ബയോടെക് 2. ഓക്കെ, അതിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട് ഈ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ, ഫോറിൻ DNA ടു ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത്. അവിടെ യൂസ് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡാണ്. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ നല്ല അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ മക്കളെ? സോ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് ഫൗണ്ട് ഇൻ യൂകാരിയോട്സ്. ആക്ച്വലി ന്യൂക്ലിയർ മെംബ്രെയിൻ ആർക്കാണുള്ളത്? യൂകാരിയോട്സിനാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഇവർക്കപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് ആ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA നമുക്ക് നേക്കഡായിട്ട് കാണാൻ പറ്റുന്നതും, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ബൗണ്ടറി ഇല്ലാത്തതൊക്കെ അതുകൊണ്ടാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇവർക്ക് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. യൂകാരിയോട്സിൽ ഈ പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻറ്റ് ആണ്. സോ നോ ഓർഗനൽസ് ലൈക്ക് ദ വൺസ് ഇൻ യൂകാരിയോട്സ് ആർ ഫൗണ്ട് ഇൻ പ്രൊകാരിയോട്ടിക് സെൽസ് എക്സെപ്റ്റ് ഫോർ ദ റൈബോസോം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ മെംബ്രെയിൻ ബൗണ്ട് റൈബോസോം മാത്രമല്ല ഉള്ളത്, സെൻട്രോസോമും ഉണ്ട്. പക്ഷേ എന്താണ് മാറ്റം? റൈബോസോം എന്ന് പറയുന്നത് എല്ലാവരിലും കാണുന്നുണ്ട്. ഈവൻ പ്ലാന്റ്സിലാണെങ്കിലും കാണുന്നുണ്ട്, അനിമൽസിലാണെങ്കിലും കാണുന്നുണ്ട്, പ്രൊകാരിയോട്ടിൽ കാണുന്നുണ്ട്, യൂകാരിയോട്ടിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലെയാണ് മക്കളെ റൈബോസോം എന്ന് പറയുന്നത്. എന്നാൽ സെൻട്രോസോം അങ്ങനെയാണോ? അല്ല. സെൻട്രോസോം ആർക്ക് മാത്രമേ കാണുള്ളൂ? ആനിമൽസിന് മാത്രമേ കാണുന്നുള്ളൂ. ക്ലിയർ ആയോ? സോ ഈ ഒരു സെൻറ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോ ഓർഗനൽ ലൈക്ക് ദ വൺ ഇൻ യൂകാരിയോട്സ്, അതായത് യൂകാരിയോട്സിലുള്ള പോലെ ആർ ഫൗണ്ട് ഇൻ പ്രൊകാരിയോട്സ്. പ്രൊകാരിയോട്സിൽ നമുക്ക്
കാണാൻ പറ്റില്ല. എങ്ങനത്തത്? നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എക്സെപ്റ്റ് റൈബോസോം അല്ലാത്തത്. ക്ലിയർ ആണോ മക്കളെ? ആൻഡ് പ്രോകാരിയോട്സ് ഹാവ് സംതിങ് യുണീക്ക് ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഷൻസ്. പ്രോകാരിയോട്സിന് ഒരു യുണീക്ക് കാരയും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻക്ലൂഷൻസ്. ഓക്കെ, പ്രോകാരിയോട്സിന് എന്തും കൂടെ ഉണ്ട് മക്കളെ? ഇൻക്ലൂഷൻസും കൂടെ ഉണ്ട്. എന്താണ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്? അത് അവർക്കുള്ള ഒരു ഫോമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ ഇവരുടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചർ ഇവിടെ പഠിക്കുന്നുണ്ട്. സോ ഇതിൽ എന്താണ് ഇൻക്ലൂഷൻസ് എന്നുള്ളത് അവിടെ പഠിക്കും. ഓക്കെ ആണല്ലോ? So, a specialized differentiated form of cell membrane called mesosome is the characteristics of prokaryotes. Prokaryote രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ഇൻക്ലൂഷൻസ് ആണ്. രണ്ടാമത്തേത് എന്തായിരുന്നു? മീസോസോം ആണ്. എന്താ മക്കളെ മീസോസോം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഫറൻഷിയേറ്റഡ് ഫോം ആണ് മീസോസോം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോകാരിയോട്സ്. അപ്പോൾ ഇൻക്ലൂഷൻസ് പഠിച്ചു. പ്രോകാരിയോട്സിലും മറ്റെന്തും കൂടെ ഉണ്ട്? മീസോസോമും കൂടെ ഉണ്ട്. ഇൻക്ലൂഷൻസും മീസോസോം, ഇതാണ് യുണീക്ക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അടുത്തത് ദേ ആർ എസെൻഷ്യലി ഇൻ ഫോൾഡിങ്സ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. ആക്ച്വലി മീസോസോം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ സെൽ മെംബ്രെയിനിലുള്ള സെൽ മെംബ്രെയിനിലുള്ള ഇൻഫോൾഡിങ്സ് ആണ് നമ്മളുടെ മീസോസോം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? സോ ഇത്രയാണ് നമ്മൾക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യുക്കാരിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ട് പഠിക്കും. അതുപോലെ തന്നെ സെൽ എൻവലപ്പും അതിൻ്റെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. യുക്കാരിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ട് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡയഗ്രാംസ് വെച്ചിട്ടാണ്. ആൻഡ് സെൽ എൻവലപ്സും ഇതിൻ്റെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്താണ് പ്രോകാരിയോട്ടിക് സെൽ എന്നുള്ളതും അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ ഇതുവരെ എടുത്തത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. വെൻ യു ആർ വർക്കൗട്ടിങ് ആൻഡ് വെൻ യു ആർ നോട്ട് വർക്കൗട്ടിങ്, യു മേ ഫീൽ ദാറ്റ് ഡിഫറൻസ്. യു മേ ഫീൽ ദാറ്റ് സ്ലൈറ്റ് ഡിഫറൻസ് ഡേ ബൈ ഡേ. ഓക്കെ, ഇപ്പോൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. നാളെ അത് 15 ആക്കുക, നെക്സ്റ്റ് ഡേ അത് 17 ആക്കുക. അങ്ങനെ ഡേ ബൈ ഡേ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, താങ്ക് യു.